ഷാജി കൈലാസ് സംവിധാനം ചെയ്ത് ജോജു ജോർജ് പ്രധാന കഥാപാത്രമായി എത്തുന്ന സിനിമയാണ് വരവ്. ഇതിൽ മറ്റ് പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നത് അർജുൻ അശോകൻ, മുരളി ഗോപി, ദീപക് പരമ്പോൾ, വാണി വിശ്വനാഥ്, സാനിയ അയ്യപ്പൻ, ബൈജു സന്തോഷ് എന്നിവരാണ്. ഈ ചിത്രത്തിന്റെ കഥ കടന്നു പോകുന്നത് ചെയ്യാത്ത കുറ്റത്തിന് ജയിലിലാകുന്ന ജോജു അദ്ദേഹത്തിന് വളരെ നാളുകൾക്ക് ശേഷം പരോള് കിട്ടുകയാണ്. അങ്ങനെ പരോള് കിട്ടി നാട്ടിലെത്തിയതിന് ശേഷം ഇയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു 10 ദിവസത്തെ സംഭവ വികാസങ്ങളാണ് ഈ ചിത്രത്തിലുടനീളം പറയുന്നത്. അതുപോലെ തന്നെ താൻ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിലാകുന്നതിന് ആരാണ് കാരണക്കാരനാകുന്നത്, അവരോട് എങ്ങനെ പ്രതികാരം ചെയ്യുന്നു എന്നൊക്കെ ചില കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയിലൂടെ പറയുന്നത്. ഇതിൽ സംഗീത സംവിധാനം ചെയ്തിരിക്കുന്നത് ശ്യാം CS ആണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരുന്നു ഇതിലെ മ്യൂസിക്. ഇതിൽ 2 നല്ല പാട്ടുകളുണ്ട്, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഏറ്റവും ആദ്യം ഒരു അൺനെസസറി ആയിട്ട് വന്നിരിക്കുന്ന ഒരു പാട്ടൊഴിച്ചാൽ ബാക്കി പാട്ടുകളെല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആദ്യത്തെ ഒരു ഇൻട്രോ സീനിനെ പറ്റി പറയുകയാണെങ്കിൽ ജോജു ജോർജിൻ്റെ ഒരു ഇൻട്രോ കുറച്ചുകൂടി ഒരു ബിൽഡപ്പ് കൊടുക്കേണ്ടിയിരുന്ന ഒരു സാധനമായിരുന്നു. വളരെയേറെ എക്സ്പെക്റ്റേഷൻസോടു കൂടിയായിരുന്നു കുറച്ചുകൂടി അതിനെ നമ്മൾ നോക്കി കണ്ടത്. പക്ഷെ അത് അത്രമാത്രം അവർക്കത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊരു സംശയമാണ്. അതുപോലെ തന്നെ അത് കഴിഞ്ഞു വരുന്ന ഒരു പാട്ട് വളരെ അൺനെസസറി ആയിട്ടുള്ള ഒരു പാട്ടാണ്. പക്ഷെ അതവിടെ വന്നത് ഒരു കണക്ഷൻ ഇല്ലാതെ ആക്കി കളഞ്ഞു ആ കഥയ്ക്ക് തന്നെ. എനിക്ക് അനുഭവപ്പെട്ട ഈ സിനിമ കണ്ട് തീർത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടൊരു കാര്യം എന്ന് വെച്ചാൽ കഥ ഒരു കഥയ്ക്ക് ഒരു എൻഡ് പോയിന്റ് ഉണ്ടാക്കി വെച്ചതിന് ശേഷം അതിന് മറ്റ് ഭാഗങ്ങൾ ഉണ്ടാക്കി കഥയെ എങ്ങനെയൊക്കെയോ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നാണ് എനിക്ക് തോന്നിയത്. ഒരു എഫോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അവർ ശരിക്കും ശ്രമിച്ചിട്ടില്ല. കഥ കുറച്ചുകൂടി ബിൽഡപ്പ് ചെയ്യാനോ ക്യാരക്ടേഴ്സിനെ കുറച്ചുകൂടി കണക്ട് ചെയ്യാനോ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഒരു അച്ഛൻ്റെ ഒരു കൊലപാതകം. ആ അച്ഛൻ്റെ ഒരു കൊലപാതകത്തിൻ്റെ സീൻ അവിടെ എന്തിന് പ്ലേസ് ചെയ്തു എന്ന് തന്നെ മനസ്സിലാകുന്നില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് അവിടെ എന്താണ് അവർ അർത്ഥമാക്കിയെന്നോട് മനസ്സിലാക്കി. എന്തിനാണ് അങ്ങനെ ഒരു കൊലപാതകം നടന്നതെന്നോ ഒന്നും ഒരു വ്യക്തമല്ലാത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. ഫസ്റ്റ് ഹാഫിൽ കുറച്ച് 1-2 സീൻസ് ഒഴിച്ച് അത് കുറച്ചൊരു ലോജിക്കൽ കണക്ഷൻ ഇല്ലാത്തതുപോലെ അത് വന്നിട്ടുണ്ട്. അതൊഴിച്ചാൽ പിന്നെ പതുക്കെ അതൊരു ത്രില്ലിങ് എക്സ്പീരിയൻസിലോട്ട് അത് കണക്ട് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫിലോട്ട് വരികയാണെങ്കിൽ പിന്നെ പതുക്കെ അതൊരു ഇമോഷണൽ മൂഡിലോട്ട് അത് വരികയാണ് സിനിമ. അത് സിനിമയെ അത്രത്തോളം വിമർശനപരമായിട്ട് കാണാത്ത ആളുകൾക്ക് എനിക്ക് തോന്നുന്നത് അവർക്കത് എൻജോയ് ചെയ്യാൻ പറ്റുമെന്നാണ് കരുതുന്നത്. കാരണം ഞാൻ തിയേറ്ററിൽ ആൾക്കാരെ നിരീക്ഷിച്ചപ്പോൾ ഞാൻ കണ്ടൊരു കാര്യമാണ് അത്. പല ആളുകൾക്കും അത് കണക്ട് ചെയ്ത് കൊണ്ടുവരാനും കുറച്ചുകൂടി ഇമോഷണലാക്കിയത് എടുക്കാനും അവർക്കത് പറ്റുന്നുണ്ട്. പക്ഷെ കുറച്ചുകൂടി അത് വർക്ക് ചെയ്ത് എടുക്കുകയായിരുന്നുണ്ടെങ്കിൽ നല്ലതായിരുന്നു. ഒരു കഥ ഉണ്ടാക്കി വെച്ചതിന് ശേഷം ക്യാരക്ടേഴ്സിനെ കൊണ്ടുവന്നു, പക്ഷെ എവിടെയൊക്കെയോ ഒരു കണക്ഷൻ ഇല്ലാതെ വരുന്ന ഒരു അവസ്ഥയിലോട്ട് കഥ പോകുന്നുണ്ട്. ഒരു തമിഴ് സിനിമ ഒരു ക്ലീഷേ തമിഴ് സിനിമ എന്നൊക്കെ പറയുന്ന പോലെ പ്രതികാരത്തിന് വേണ്ടി എന്തൊക്കെയോ കുറേ പാട്ട്, കുറേ ഇടി, അങ്ങനെയൊക്കെയോ എവിടെയൊക്കെയോ അങ്ങനെ ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ജോജുവിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചതുകൊണ്ടായിരിക്കാം മേ ബി മറ്റ് കഥാപാത്രങ്ങൾക്ക് ഒരു കഥയോടൊരു കണക്ഷനോ അതുപോലെ തന്നെ സീൻസ് തമ്മിൽ ഒരു കണക്ഷൻ ഇല്ലായ്മകളൊക്കെ എവിടെയൊക്കെയോ ഫീൽ ചെയ്യാനൊരു കാരണം മേ ബി അതായിരിക്കാം. മേ ബി കുറച്ചുകൂടെ ആക്ഷൻ അവർ പ്രാധാന്യം കൊടുത്തതുകൊണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം മേ ബി ഒരു ക്ലീഷേ തമിഴ് മൂഡിലോട്ട് സിനിമ പതുക്കെ പോകുന്നത്. പക്ഷേ കുറച്ചുകൂടി ബിൽഡ് ചെയ്യാമായിരുന്നു അവർക്ക്. ഈ സിനിമ കുറച്ചുകൂടി അവർക്ക് വർക്ക് ചെയ്യാമായിരുന്നു. പക്ഷേ എൻ്റെ ആക്ഷൻ സീൻസ് ഒക്കെ കുറച്ചുകൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ജോജുവിൻ്റെ ആക്ഷൻ സീൻസിന് കുറച്ചുകൂടി പ്രാധാന്യം കൊടുത്തതുകൊണ്ടായിരിക്കും മേ ബി മറ്റ് കഥാപാത്രങ്ങൾക്ക് കഥയോടൊരു കുറച്ച് കണക്ഷൻ കുറഞ്ഞതുപോലെ തോന്നുന്നത്. അതുപോലെ തന്നെ ചില സീൻസൊക്കെ നമുക്ക് ഭയങ്കര ഒരു കണക്ട് ചെയ്യാൻ കുറച്ച് വിഷമമുള്ള. എനിക്ക് തോന്നുന്നു ജോജുവിന് കുറച്ചുകൂടി പ്രാധാന്യം കൊടുത്തുകൊണ്ടായിരിക്കാം, ജോജുവിൻ്റെ ഒരു ആക്ഷൻ സീൻസിനൊക്കെ കുറച്ചുകൂടി പ്രാധാന്യം കൊടുത്തുകൊണ്ടായിരിക്കും മേ ബി മറ്റ് കഥാപാത്രങ്ങൾക്ക് അത്രത്തോളം ഒരു പ്രാധാന്യം കുറച്ച് കുറഞ്ഞു വന്നതുപോലെ എനിക്ക് തോന്നുന്നു. ഇതിൻ്റെ ഒരു ക്ലൈമാക്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഫ്യൂ സീൻസ് കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും മേ ബി ഇതായിരിക്കാം അതിൻ്റെ ക്ലൈമാക്സ് എന്ന് ഒരു ഭൂരിഭാഗം ആളുകൾക്കും എനിക്ക് തോന്നുന്നു അവർക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന്. അത് കുറച്ചുകൂടി
അവർക്കത് ഹൈഡ് ചെയ്ത് കുറച്ചുകൂടി നല്ല രീതിയിൽ അത് കൊണ്ടുപോകാൻ പറ്റിയിരുന്നെങ്കിൽ സിനിമ കുറച്ചുകൂടി ഒരു നല്ല രീതിയിൽ അത് പോയിരുന്നേനെ. അതുപോലെ തന്നെ ജോജുവിൻ്റെ ആക്ഷൻ സീൻസ് അത്യാവശ്യം ഞാൻ പറഞ്ഞ പോലെ കിണ്ടിൽ ഇടി തന്നെയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. അത്യാവശ്യം ഇമോഷൻ ത്രില്ലിങ് സാധനങ്ങളോട് വളരെ നൈസായിട്ട് കടന്നു പോകുന്നുണ്ട്. ഏതായാലും എല്ലാവരും ചിത്രം തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണുക. നന്ദി.